നമുക്കൊപ്പം മന്ത്രി കെ രാജനുണ്ട്. മനുവിന്റെ പ്രത്യേക ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്ററോട്. പ്രത്യേക പ്രഭാതവന്ദനം. തീർച്ചയായും ഇന്ന് മനു പറഞ്ഞതുപോലെ വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ്. പ്രത്യേകിച്ചും മലയാളികൾക്ക്, ലോക മലയാളികൾക്ക് ഈ വളരെ നേട്ടങ്ങളുടെ ഒരു സർക്കാർ അതിൻ്റെ 4ാം വാർഷികം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രധാനമായിട്ടുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയ മന്ത്രിമാരിൽ ഒരാളാണ് മന്ത്രി കെ രാജൻ എന്ന് പറയുന്നത്. ഇന്ന് കാലിക്കടവിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് റവന്യൂ മന്ത്രിയായ കെ രാജൻ. എങ്ങനെയാണ് ഈ 4 വർഷത്തെ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനങ്ങളെ പൊതുവെ വിലയിരുത്തുന്നത്? ഞങ്ങൾ മന്ത്രിമാരും ഗവൺമെൻറ്റും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണെങ്കിലും തുടർച്ചയായി കേരളം കണ്ട നേരിൻ്റെ പാതയിലുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ 9ാം വാർഷികം എന്ന പ്രത്യേകത കൂടി കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനുണ്ട്. വളരെ അഭിമാനപൂർവ്വം പറയാനുള്ളത്, ഗവൺമെൻറ് പ്രകടന പത്രികയിലൂടെ ഒരു മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെച്ചതും ആ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെച്ച പ്രകടന പത്രികയോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മാഭിമാന ബോധമാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നത്. ഒരുപക്ഷെ പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാക്കി കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് തോന്നിപ്പിക്കും വിധം ഒരു ഫെഡറൽ രാജ്യത്ത് ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന നടപടികളുണ്ടായിട്ടും അതിഗംഭീരമായി കേരളത്തിൽ അത് മാറ്റിയെടുക്കുക എന്ന വലിയ നടപടിക്രമമാണ് കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കൂ, 2021 പോലും ലഭ്യമായിട്ടുള്ള സംഖ്യ അതിഭീകരമായി വെട്ടിക്കുറയ്ക്കാൻ, കേരളത്തിന് ലഭ്യമാകേണ്ട വിഹിതം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോഴും ആഭ്യന്തര വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എന്താണോ ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അതെല്ലാം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സത്യത്തിൽ ഈ 4ാം വാർഷികത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുണ്ട്. അത് കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ആദ്യ ദിവസമാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി യുവജന ഫെഡറേഷൻ MLA, ചീഫ് വിപ്പ് എന്നൊക്കെ പദവികൾ ഉണ്ടെങ്കിലും മനു കേൾക്കാൻ ഞാൻ പറയുകയാണ്, മന്ത്രിയായി ആദ്യ ദിവസം ക്യാബിനറ്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ അജണ്ട, അതിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും, ആ സംവിധാനങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആശങ്കയുണ്ടാവും. ആദ്യത്തെ യോഗം ആയതുകൊണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്നൊരു യോഗത്തിൽ ക്യാബിനറ്റിൽ ചെന്നിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിനോട് നമ്മുടെ പ്രതികരണം ഉണ്ടാക്കുക. രാജ്ഭവനിലെ ചായ സൽക്കാരം കഴിഞ്ഞ് സത്യപ്രതിജ്ഞാ ദിവസം ആദ്യം നേരിട്ട് ക്യാബിനറ്റിലേക്ക് പോകുമ്പോൾ ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വന്നത് ഒരേ ഒരു അജണ്ടയാണ്, ഒറ്റ അജണ്ട. ആ ക്യാബിനറ്റ് 2021 മാർച്ച് 20 ക്യാബിനറ്റ്, മെയ് 20 ക്യാബിനറ്റ്. ആ ക്യാബിനറ്റ് അതിദരിദ്രരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യമായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരേ ഒരു അജണ്ട, ആദ്യത്തെ ക്യാബിനറ്റിൽ, ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ ഒരേ ഒരു അജണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പുതിയ തലമുറയിലെ മന്ത്രിമാരായ ആളുകൾക്ക്, നവാഗതർക്കൊരു സംശയം ഉണ്ടായിരുന്നു, അങ്ങനെ അതിദാരിദ്ര്യം കേരളത്തിലില്ല, വളരെ ചെറിയ ശതമാനമാണ്, 5% താഴെ. അത് ഒരു പ്രശ്നമായി വരുമോ? 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിലോട്ട് പോയി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും അവലോകന യോഗമാണ്. കൈരളിയുടെ മുമ്പിൽ ഈ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അംഗം എന്ന നിലയിൽ അഭിമാനം, അന്നെടുത്ത തീരുമാനം 1 കൊല്ലം കൊണ്ടോ 1 മാസം കൊണ്ടോ നടപ്പിലാക്കാനായിരുന്നില്ല. അത്തരമൊരു ഒരു തട്ടിപ്പോ ആ വിധത്തിലുള്ള ഒരു കെട്ടുകാഴ്ചയായിരുന്നില്ല. അന്നേ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കൊരു 4 വർഷക്കാലം ഇതിനു വേണ്ടി ചെലവഴിക്കാം. ഇപ്പോൾ ഈ വരുന്ന നവംബർ 1 ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഈ കേരളം പോവുകയാണ്. അതിദരിദ്രരായ ആളുകളിൽ വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, ജോലിയില്ലാത്തവർക്ക് ജോലി, ആരോഗ്യപരമായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്തവർക്ക് അത് കേവലം ഒരു റേഷൻ കാർഡോ BPL ആക്കിയോ അല്ലെങ്കിൽ ഒരു തുക അനുവദിച്ചോ താൽക്കാലികമായിട്ടുള്ളൊരു കെട്ടുകാഴ്ചയല്ല, സ്ഥായിയായ അതിദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ മാറ്റും. അപ്പോൾ സന്തോഷകരമായൊരു കാര്യം, അതിവേഗം 2025 ദേശീയപാത പൂർത്തിയാക്കുന്നത് പോലെ തന്നെ അതിദരിദ്രരായ മനുഷ്യരില്ലാതിരിക്കാനുള്ള നടപടിക്രമവും പൂർത്തിയാക്കി. ഒരു വികസനത്തിൻ്റെ 2 അറ്റം ഒരു ഗവൺമെൻറ് പോവുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ചുണ്ടിലേക്ക് വികസനത്തിൻ്റെ സ്വാദെത്തിക്കുന്നതോടൊപ്പം അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലുള്ള വലിയ മാറ്റത്തിൻ്റെ സമാനതകളില്ലാത്ത ഒരു സാധ്യത കൂടി തുറക്കുന്നതോടെ, ഒരുപക്ഷെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു രാജ്യത്തെ പൊതു സാഹചര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു വിഷയത്തിൽ ദാരിദ്ര്യത്തിൽ കേരളം നടപ്പാക്കിയിട്ടുള്ള ഈ ഒരു മാതൃകാപരമായ പദ്ധതി, അല്ലേ? അതിദരിദ്രരെ മാത്രമല്ല, ദരിദ്രരെ അതിദരിദ്രരാക്കുകയും അതിദരിദ്രരെ രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനും ശ്രമം നടത്തുന്ന, ഒരുപക്ഷെ വികസനത്തിൽ
സാധാരണക്കാരായ മനുഷ്യർ പെടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കേന്ദ്ര നയത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡലാണ് ഈ സാമ്പത്തിക നയം. അതായത് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയെല്ലാം വിധത്തിൽ കേരളത്തെ ചവിട്ടിത്താഴ്ത്താമോ അതെല്ലാം ചെയ്തിട്ടും ഒരു പദ്ധതിക്കും കുറവ് വരാത്ത വിധം കേരളം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, അതിദരിദ്രരുടെ കാര്യത്തിൽ കേരളം പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ഭൂമി നൽകുന്ന കാര്യത്തിൽ, വീട് നൽകുന്ന കാര്യത്തിൽ എന്തെല്ലാം തർക്കങ്ങളുണ്ടെങ്കിലും പ്രകടന പത്രികയാണ് നമ്മളെ നയിക്കുന്ന ഇനം. ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയാൽ, നേരത്തെ ഒരു പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് പറഞ്ഞത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, പ്രകടന പത്രികയൊക്കെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു കാര്യമല്ല. ഇതങ്ങനെയല്ല. ഒരു പ്രകടന പത്രിക വാഗ്ദാനം, പ്രത്യേകിച്ചത് ഗവൺമെൻറ്റിൻ്റെ 1-ാം വാർഷികത്തിൽ എണ്ണമിട്ട് നിരത്തിയാൽ ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എല്ലാ കൊല്ലവും ഞങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വിചാരണയ്ക്ക് അവരെ തന്നെ വിധേയമാക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനവും ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള പക്ഷഭേദമില്ല. പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അത് ആ റിപ്പോർട്ടിൽ പ്രതിഫലിക്കും. അത് ഏത് മന്ത്രിയായാലും വിരോധമില്ല, ഗവൺമെൻറ് അങ്ങനെ പ്രതിഫലിപ്പിക്കും. ഏത് വകുപ്പായാലും വിരോധമില്ല, ഗവൺമെൻറ് അങ്ങനെ പ്രതിഫലിപ്പിക്കും. പ്രോഗ്രസ് കാർഡ് ഓരോ വർഷവും പുറത്തിറക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ഗവൺമെൻറ് സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും എന്ന ധാരണയോടെ നയിക്കുന്നൊരു ഗവൺമെൻറ്, ഇതൊരു വലിയ ജനാധിപത്യ ചരിത്രമാണ് കേരളത്തിലെ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മിനിസ്റ്ററുടെ ഈ ഒരു സർക്കാർ, പിണറായി സർക്കാർ 9-ാം വർഷത്തിലാണെങ്കിലും അങ്ങ് മന്ത്രിസഭയിലെത്തിയിട്ടുള്ള 4-ാമത്തെ വാർഷികമാണ്. ഈ ഒരു 4 വർഷത്തിനിടയിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാം, ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പറഞ്ഞു, അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞാൻ പറഞ്ഞത് വലിയ സമാനതകളില്ലാത്ത നേട്ടമാണ്. ഈ കിഫ്ബി യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടാക്കിയൊരു മാറ്റത്തിൻ്റെ വലിയ സംവിധാനമുണ്ട്, നമുക്ക് മറക്കാനാകാത്ത ഒന്നാണ്. 4 വർഷക്കാലത്തിനിടയിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1,80,877 പേർക്ക് 3 വർഷക്കാലം കൊണ്ട് ഭൂമി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. 1,80,877 സർട്ടിഫിക്കറ്റുകളല്ല. 2021 മാർച്ച് 20-ന് ഞങ്ങളെല്ലാം മുഖംമൂടി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ടി വിയിലിരുന്ന് കണ്ട്, ആര് മന്ത്രിയായതുകൊണ്ട് എനിക്ക് എന്ത് കാര്യം, തമ്പുരാനെ ഒരു 6 അടി മണ്ണ് കിട്ടിയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു 1,80,877 പേർ ഭൂമിയുടെ ഉടമകളായി എന്ന് മാത്രമല്ല, 5 ലക്ഷം, കഴിഞ്ഞ പ്രാവശ്യം 1,70,000-ലേറെ പേർ ഭൂമിയുടെ ഉടമകളായി. രണ്ടും കൂടി കൂട്ടിയാൽ 3,57,000, 5 ലക്ഷം പേർക്കെങ്കിലും പട്ടയം ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുന്നതിനിടയിൽ 10 കൊല്ലം കൊണ്ട് കൊടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്. അതിനേക്കാൾ അതുപോലെ തന്നെ അഭിമാനകരമായൊരു കാര്യം, ഒരുപക്ഷെ ലോകം ആദരിക്കുന്ന കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം പോലെ ഒരു 2-ാം ഭൂപരിഷ്കരണമായി കേരളത്തിലെല്ലാ ഭൂമിക്കും ഡിജിറ്റലായ രേഖ എന്ന ആശയം അതിവേഗത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്തതുപോലെ ഡിജിറ്റൽ റീസർവേ, കൃത്യമായ ഭൂമിയുടെ ലൈൻ എത്തിക്കാൻ കഴിയുന്ന, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അളവും മാപിനികൾ വെച്ച് 638 വില്ലേജുകളിൽ അതിവേഗം മുന്നോട്ട് പോവുകയും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ മഹാഭൂരിപക്ഷം വില്ലേജുകളിൽ തീർക്കാൻ കഴിയുകയും ചെയ്യുന്ന ഡിജിറ്റൽ റീസർവേ എന്ന് മാത്രമല്ല, കേരളത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളുടെ അപാകതകളും പരിഹരിക്കാൻ പറ്റുന്നത് പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ കൂട്ടിയോജിപ്പിച്ച് ഇനി ഒരിക്കലും ഭൂമിയുടെ ക്രയവിക്രയത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ കഴിയുന്ന എൻ്റെ ഭൂമി എന്നൊരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ. ഇപ്പോൾ കേരളത്തിലേക്ക് ജനകീയാസൂത്രണം പഠിക്കാൻ വന്നതുപോലെ 8 സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ സർവേ സൊല്യൂഷൻ അവതരിപ്പിക്കാൻ വേണ്ടി വന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ 4-ാം വാർഷികത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് 2025 നവംബറോടെ കൊടുത്തു തുടങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ്. നിങ്ങളുടെ ഭൂമി, ഭൂമിയുടെ രേഖ, ഭൂമിയിലെ വസ്തു, ഭൂമിയുമായി ബന്ധപ്പെട്ട മോർഗേജ്, അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന വില്ലേജ് തല സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ 23ഓളം കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ കയ്യിലുള്ള ATM കാർഡിൻ്റെ വലുപ്പത്തിലുള്ളൊരു കാർഡ്, അതിലെ QR കോഡ് സ്കാൻ ചെയ്താൽ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ആധികാരികമായി കിട്ടുന്ന രേഖകൾ ആധികാരികമായി തന്നെ കാണുന്നവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്, ഒരു പക്ഷേ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ സാധാരണക്കാർ പ്രയാസപ്പെടുന്ന റവന്യൂമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്കാണ്. അതിൽ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നു, വളരെ എളുപ്പത്തിൽ എല്ലാം ലഭിക്കാൻ തുടങ്ങി. ഇതുകൂടി വരുന്നതോടുകൂടി ഒരു വലിയ വിപ്ലവം തന്നെ ആയിരിക്കും, വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ
ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ മോഡലാണ് ലോക കേരള സഭ. പ്രവാസികളും മനുഷ്യരാണ്, അവരാണ് ഈ കേരളത്തിൻ്റെ വികസന പാന്താവിലെ പ്രധാനപ്പെട്ട ഇനം. അവിടെ വന്ന ചർച്ചകളിലൊന്നാണ് ഈ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആരെങ്കിലും ബന്ധുക്കളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഏജൻറ്റിനെ ഏൽപ്പിക്കണം. അതിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ കഴിഞ്ഞ വർഷക്കാലം മുതൽ കാനഡയും സിംഗപ്പൂരും സൗദി അറേബ്യയും UAEയും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് ഒരു നാഴിയൂരി മണ്ണ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നവർക്ക് നികുതി അടയ്ക്കാം, അവിടെ ഇരുന്ന് ഭൂമി തരം മാറ്റാം, അവിടെ ഇരുന്ന് എല്ലാ പ്രക്രിയയും ഓൺലൈൻ അവർക്ക് ചെയ്യാം. ഇങ്ങനെ കേരളത്തിലെല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പുമാണല്ലോ. ഈ 2 വകുപ്പുകളെയും ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിയ കെ സ്മാർട്ട് വളരെ ഗംഭീരമായി ഇപ്പോൾ വന്നു. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 21 സർട്ടിഫിക്കറ്റുകളാണ് വില്ലേജിൽ നിന്ന് കിട്ടുന്നത്. അതിൽ 21 ഓൺലൈനായി ഇനി നിങ്ങൾക്ക് അവരുടെ മൊബൈൽ ഫോണിലൂടെ ആവശ്യപ്പെട്ട് മൊബൈൽ ഫോണിലൂടെ തന്നെ മറുപടി മേടിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരുപക്ഷെ ഈ വികസനങ്ങളുടെയും ക്ഷേമകാര്യങ്ങളുടെയും ഒരുപക്ഷെ ഈ കേരളയിൽ പോലുള്ള സംവിധാനങ്ങൾ വന്നിരുന്നെങ്കിൽ ചില പദ്ധതികളെങ്കിലും പ്രതിപക്ഷം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അത് പാതി വഴിയിൽ നിർത്തേണ്ടതായി വരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് ഇത്തരത്തിലുള്ള പദ്ധതികളോട് എങ്ങനെയാണ് പൊതുവേ നമുക്ക് പറയാം? പദ്ധതികളോട് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിനകത്ത് കേന്ദ്രം കേരളത്തെ സഹായിക്കാത്ത ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിരവധി സംവിധാനങ്ങളുണ്ടല്ലോ. ആ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളോട് മുഖം തിരിക്കുക എന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത് തുടർ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ വളരെ അപകടകരമാണ്. ഇപ്പോൾ 2024 ഫെബ്രുവരി 8 കേരളം അവരുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് മലയാളി രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ കേസ് പോകുക മാത്രമല്ല, നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ ഉച്ചനേരം വരെ മുഖ്യമന്ത്രി മുതൽ എല്ലാവരും ഡൽഹിയിൽ കുത്തിയിരിക്കാൻ തീരുമാനിച്ചൊരു വലിയ സമരം നടന്നു. ജനാധിപത്യ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രശ്നം ആദ്യം ചർച്ച ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിലല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായിട്ടാണ് മുഖ്യമന്ത്രി ആദ്യമായി ഈ കാര്യം കൂടിയാലോചിച്ചത്. അത് സ്വാഭാവികമായിട്ടും ഗൗരവപ്പെട്ട പ്രശ്നമാണെന്ന് പറഞ്ഞു പിരിഞ്ഞവർ ആ സമരത്തിൽ ഞങ്ങളില്ല എന്ന നിലപാടെടുത്തു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല, ഞങ്ങളെ ഇത്തിരി വിഷമിപ്പിച്ചൊരു കാര്യം, വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞത് സമരം നടത്തുന്നതിന് ആളില്ലാത്തത് കൊണ്ടല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ വക്താക്കളായിട്ടുള്ള അഭിഭാഷകർ കപിൽ സിബിൽ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കുചേർന്ന് ഇതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട അവകാശമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു നിലപാട്. ഇപ്പോൾ കടൽ മണൽ ഖനനത്തിനെതിരായി കേരളത്തിൽ നമുക്ക് ഒരു യോജിച്ച സമരം വേണം എന്ന നിലപാടാണ് സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത്. എന്നാൽ അതിനോട് മുഖം തിരിച്ച നിലപാട് എടുക്കാൻ എന്തേ പ്രതിപക്ഷത്തിനെ പ്രേരിപ്പിക്കുന്നത്? ഇത്തരം ദുരന്തങ്ങൾ ഇത് ഇവിടെ കണ്ടത് മാത്രമല്ല, 2019-ലും 2018-ലും നടന്ന അതിഭീകരമായിട്ടുള്ള പ്രളയത്തിലും കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ ഇതേ നിലപാടായിരുന്നു. അത് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷത്തിനോട് പറഞ്ഞു, കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പ്രതിപക്ഷം UDF ആണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭയിലെ പ്രതിപക്ഷമായി കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിക്കണം, ഞങ്ങൾക്കതിൽ തർക്കമില്ല. പക്ഷെ കേരളത്തിൻ്റെ പ്രതിപക്ഷമാകരുത്, അതാണ് പ്രശ്നം. കേരളത്തിലെ മനുഷ്യരുടെ പ്രതിപക്ഷമായി മാറരുത്. അവരുടെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാനുള്ള വലിയ സമരത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് UDF ഇപ്പോൾ ചെയ്യേണ്ട വർത്തമാനകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയെങ്കിലും നിർഭാഗ്യവശാൽ ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളിലൂടെ ജനപിന്തുണ വർദ്ധിക്കുമോ എന്ന ഭീതി, യഥാർത്ഥത്തിൽ അത് ജനങ്ങളുടെ അവകാശത്തിനോടുള്ള ഒരു അവഗണനയും കേരളത്തിലെ ജനങ്ങളുടെ അവകാശത്തിന് നേരെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കേരളം ഒരു മനസ്സായിട്ട് നിൽക്കേണ്ടതാണ്. ഈ അവകാശ പ്രശ്നങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ തർക്കിക്കാനും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറയാം, അത് അവർക്കും സ്പേസ് ഉണ്ട്, ഞങ്ങൾക്ക് ഭരണകൂടത്തിന് സ്പേസ് ഉണ്ട്. ചില ഘട്ടത്തിൽ ഉചിതമായ ഗവൺമെൻറ്, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന 21 പേരല്ല,
നിയമസഭയിലെ ഭൂരിപക്ഷമല്ല, അത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരമാണ്. അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ ഗുണകരമായി. അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ഇനി അവസാനം ഒരു ചോദ്യം കൂടി, അതായത് വിവാദങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഈ 4 വർഷം. ഒരുപാട് ആരോപണങ്ങൾ പ്രത്യേകിച്ചും സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്കോ എങ്ങോട്ടും എത്തുന്നതിന് മുൻപേ തന്നെ അവസാനിച്ചു പോയ വിവാദങ്ങളാണ്. എങ്ങനെയാണ് ഈ വിവാദങ്ങളെയെല്ലാം കാണുന്നത്? ഞാൻ പറഞ്ഞത് ആരംഭിക്കപ്പെട്ട കാലം മുതൽ 9 വർഷക്കാലമായി ഉയർന്നു വന്ന വിവാദങ്ങളും അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും കാണിച്ചുകൊണ്ടൊരു ചാർട്ട് പ്രസിദ്ധീകരിച്ചാൽ അവസാനം പഴയതിൽ നിന്ന് കുറെ കൂടി മോശപ്പെട്ട സ്ഥിതിയിലേക്ക് ആരോപണം ഉന്നയിച്ചവർ മാറിപ്പോകും. അത്തരം ആരോപണങ്ങളുടെ മുമ്പിൽ പിന്നെ നെഞ്ചു പുലർത്തി കാട്ടി അതിൻ്റെ പിന്നാലെ പോകാൻ ആവശ്യമായ സമയം നിങ്ങൾ എടുക്കാതിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാകും. പക്ഷെ ഗവൺമെൻറ്റിന് താല്പര്യം അതല്ല. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ കയറി നേരം കളയുക എന്നുള്ളതല്ല. കുറഞ്ഞ നേരം കൊണ്ട് കേരളത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങളെ ഏറ്റവും വേഗതയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, വികസനത്തിൻ്റെ സ്വാദ് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ചുണ്ടുകളിൽ എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസനം പൂർണ്ണമാകുക. വികസനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡും പാലങ്ങളും അതിവേഗ ഇടനാഴിയും അതിവേഗത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിമനോഹരമായി കേരളം പടുത്തുയർത്തിയിട്ടുള്ള അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങളും മാത്രമല്ല, ഏറ്റവും സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നു, സ്കൂളുകൾ വരുന്നു, ആരോഗ്യ മേഖലയിലെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇടവരുത്തുന്നു, പെൻഷൻ കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു, വിലക്കയറ്റത്തെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങളോടെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ തുടങ്ങി നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും സാധാരണമായ ജനങ്ങളുടെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കൽ കൂടി വികസനത്തിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടിയുള്ളത്, കേരളത്തിലെ ഈ ഗവൺമെൻറ്റിന് 9 വർഷക്കാലം നേടാവുന്ന നിരവധി നേട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചരിത്രരേഖകൾ വായിച്ച് പഠിക്കേണ്ടി വരുന്നുണ്ട് പലതും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ സന്തോഷം, 9 വയസ്സുള്ള ഒരു കുട്ടിയോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അറിയുമോ? ആ കുട്ടിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. പവർ കട്ട് എന്താണെന്ന് ചോദിക്കാൻ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത്. അതിനുവേണ്ടി പ്രത്യേക സ്കൂൾ വേണ്ടി വരും. പവർ പ്രയാസം അനുഭവിച്ച ഒരു തലമുറ അല്ലേ? അല്ല, നമ്മളൊക്കെ അത് അരമണിക്കൂർ കട്ട് 1 മണിക്കൂർ കട്ടെന്ന് പറഞ്ഞ് പരീക്ഷാക്കാലത്ത് പോലും കട്ടോട് കട്ടുണ്ടായിരുന്ന ഈ കേരളത്തിൽ 9 വയസ്സായ കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് അറിയാത്ത ഒരു കേരളം ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ ഈസ്റ്ററായിരുന്നു, ഇന്നിപ്പോൾ ഒരു നമ്മളിതിലേക്ക് പോവുകയാണ്. ഈ ഒരു മാസക്കാലത്തിനിടയിൽ കേരളം 3 മഹനീയമായിട്ടുള്ള ഉത്സവങ്ങൾ കണ്ടു. അത് റമദാനാണെങ്കിലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഈ ആഘോഷങ്ങൾ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നിന്നിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സാംസ്കാരിക അവതരണത്തെ തടസ്സപ്പെടുത്താൻ ആർക്കെങ്കിലും സാധ്യമായിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ ലഹള 9 വർഷക്കാലത്തിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ടതായി കേരളത്തിന് കാണാൻ പറ്റുമോ? ഇതൊരു ഗവൺമെൻറ്റിൻ്റെ മതനിരപേക്ഷ മനസ്സാക്ഷിയാണ്. ഇതിപ്പോൾ ഈ വഖഫ് ബില്ല് പോലും അവതരിപ്പിച്ചുകൊണ്ട് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾക്ക് പിന്നിൽ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്നതുപോലെ ഉപയോഗപ്പെടുത്തുന്ന ചില ശ്രമങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും മതനിരപേക്ഷ മനസ്സാക്ഷിക്ക് വിങ്ങലേൽക്കാത്ത വിധത്തിൽ കേരളത്തെ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു ഖ്യാതി ലോകത്ത് കേരളത്തിലല്ലാതെ, ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റേത് സംസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഈ ദുരന്തങ്ങളോട് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം, യഥാർത്ഥത്തിൽ ഈ 9 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ ഇത്രമാത്രം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനമോ ഒരു ഗവൺമെൻറ്റോ ഉണ്ടായിട്ടുണ്ടോ? തുടർച്ചയായി നിപ്പ, ഓക്കി, പ്രളയം, കോവിഡ്, അതിഭീകരമായ അവസാനത്തെ ചൂരൽമല ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേരുടെ മരണമിടയാക്കിയിട്ടുള്ള ഒരു ദുരന്തവും സമീപ ഭൂതകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ആ ദുരന്തത്തിനോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ്? ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചൂരൽമല എന്നൊരു വാക്കുപോലും പ്രയോഗിക്കാതെ ഒറ്റപ്പെടുത്തിയിട്ടും എത്ര മനോഹരമായിട്ടാണ് എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഈ പരിശ്രമത്തിന് മുന്നോട്ട് പോകാൻ നോക്കുന്നത്. എൽസ്റ്റോണിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് നിർമ്മാണം മാത്രമല്ല, കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ, അവരുടെ മൈക്രോ പ്ലാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, വ്യാപാരികളെ പുനർനിർണ്ണയിക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എന്തെല്ലാം വിവാദങ്ങൾ കേരളത്തിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ വിവാദങ്ങളോട് കേരളം കേന്ദ്ര ഗവൺമെൻറ്റിന് ആഗസ്റ്റ് 17 സമർപ്പിച്ചൊരു മെമ്മോറാണ്ടത്തിൽ
ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ വരുന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ചെലവുകളെ കുറിച്ച് പ്രതികരിച്ചൊരു സാധനം കൊടുത്തപ്പോൾ ശവസംസ്കാരത്തിൻ്റെ കുഴിയിൽ ആളെ വെച്ചതിന് 75,000 രൂപ പിണറായി വിജയൻ എഴുതിയെടുത്തു എന്നു പോലും നമ്മുടെ ശീതീകരിക്കപ്പെട്ട മാധ്യമ മുറികളിലെ വിചാരണയ്ക്ക് ഈ ഗവൺമെൻറ് വിധേയമായി. പക്ഷേ പിന്നീട് കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നു, വികസന പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ പോകുന്നു, ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്നുറച്ചു ചിന്തിക്കുന്നു. മതനിരപേക്ഷ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മാതൃകയായി മാറണം എന്ന് കേരളം ആഗ്രഹിക്കുന്നു. ആധുനിക വിധത്തിലുള്ള സൗകര്യങ്ങൾ കേരളത്തിനുണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങിയാൽ കൃത്യം പ്ലാനാണ് ഗവൺമെൻറ്റിൻ്റെ. പിന്നെ ഒരു നിലപാടുമുണ്ട്, അതാണ് അതിൻ്റെ പ്രധാനം. ഈ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെൻറ്റിന് പോകാൻ കഴിയുന്നത് ഇത്തരം വിഷയങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. കേൾക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടാവും. ഇനിയിപ്പോൾ വളരെ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വരുന്നുണ്ട്. അതിനുശേഷം കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോകും. പിന്നീട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിലമ്പൂരിൽ എങ്ങനെയായിരിക്കും ഒരു LDFിൻ്റെ പ്രകടനം എന്തായിരിക്കും? ഒരു അടുത്ത LDF സർക്കാർ, മൂന്നാം LDF സർക്കാരിനുള്ള സാധ്യത തന്നെയാണോ ഇപ്പോഴുള്ളത്? ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രമല്ല, വികസിത കേരളത്തിൻ്റെ, നവകേരളത്തിൻ്റെ മൂന്നാം ഗവൺമെൻറ്റാണത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഗവൺമെൻറ് അല്ല. അത് നവകേരളത്തിലെ മനുഷ്യനായി ജീവിക്കാനും മുന്നോട്ട് പോകാനും ആധുനിക കാലത്ത് കേന്ദ്രമേൽപ്പിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാനും അവർക്ക് കരുത്തു പകരുന്നൊരു സർക്കാരായിരിക്കും. അതല്ലാതെ കേരളത്തിലെ മനുഷ്യന് വേറെ എന്താണ് ഒരു ഓപ്ഷൻ ഉണ്ടാവുക? ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിരോധങ്ങൾ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നവരോട് വിനീതമായൊരു അഭ്യർത്ഥന, പ്രത്യേകിച്ചിപ്പോൾ ആധുനിക IT സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ 2016 മുമ്പുള്ളൊരു കാലത്തെ ഒന്ന് ഓർത്തെടുക്കേണ്ട രേഖ പരിശോധിക്കാമല്ലോ. ആ രേഖയും ഇതും കൂടി കൂട്ടി വയ്ക്കുമ്പോൾ കേരളം ഇതല്ലാതെ മറ്റേത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുക? അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കേരളത്തിൽ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളിയുടെ മുഴുവൻ ഇംഗിതമായിരിക്കും ഒരു ഗവൺമെൻറ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ എടുക്കുന്നൊരു റോള് കണ്ടിട്ടില്ലേ? നമ്മൾ മാലിന്യമുക്ത നവകേരളമായി മാറുന്നു. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമാനതകളില്ലാത്ത വിധം പങ്കുവഹിക്കുന്നു. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതൊക്കെ കയറിപ്പോകാൻ കഴിയുന്ന കാര്യമല്ലേ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഭദ്രമായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത പാർട്ടികൾ അവരവരുടെ പാർട്ടിക്കകത്തും മുന്നണി എന്ന നിലയിൽ ഒരു മനസ്സായി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. ശരിക്കാണ് വിജയമെങ്കിൽ നിലമ്പൂരിൽ വേറെ എന്താണ് ഇനി ആലോചിക്കാൻ വേണ്ടി കഴിയുക? അവിടെ ഇത്തരം കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും ഒക്കെ ജനങ്ങൾ തുടർന്ന് കാട്ടും. ഒരു കാര്യം 100% ഉറപ്പാണ്, അത് കേരളത്തിൽ വരാൻ പോകുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന് വേണ്ടി അധികാരത്തിലേറ്റാൻ പോകുന്ന മുന്നണിയുടെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ്. അതിലൊരു സംശയവും നമുക്ക് ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ഏതായാലും നമുക്ക് രാവിലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ വിശദമായി തന്നെയാണ് ഈ കാര്യങ്ങൾ മന്ത്രി രാജൻ സംസാരിച്ചിട്ടുള്ളത്. മനു, അതോടൊപ്പം തന്നെ ഒരു മൂന്നാം LDF സർക്കാർ, അത് LDF സർക്കാരല്ല, അത് ജനങ്ങളുടെ സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ വീണ്ടും വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, അത് ഇപ്പോൾ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ തന്നെ വളരെ സജീവമായി ചർച്ചയായി നിലനിൽക്കുന്ന വിഷയം കൂടിയാണ്. ഇനി നമുക്ക് ഇന്ന് മന്ത്രിയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള ചടങ്ങ് ആണ് കാലിക്കടവ് മൈതാനത്ത് വെച്ച് നടക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അവിടുന്ന് പിന്നീട് വീണ്ടും ചേരാം.